പാടുന്ന ആളൊരു ഫീൽ കൊടുക്കൂലേ, ആ ഫീലിൽ എനിക്ക് ഞാനത് പിടിക്കണം. അത് പിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മറ്റേ ആ ഫീല് കിട്ടാൻ വേണ്ടി തിരിച്ചൊന്നും കൂടി കേൾക്കും. ആ കൈൻഡ് ഓഫ് എനിക്ക് കിട്ടുന്ന ശമ്പളം എൻ്റെ എന്ന് പറയുന്നത് വളരെ ചുറ്റം. പേരിൽ മെമ്പർഷിപ്പ് കൊണ്ടുവന്നിട്ട് നമ്മളൊരു സംഘടനയിലേക്ക് കയറിയിട്ട് യാതൊരു കാര്യമില്ല. സിനിമ കഴിഞ്ഞാൽ പിന്നെ പ്രവീണിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ? അയ്യോ, സിനിമ കഴിഞ്ഞാലോ ഞാൻ സിനിമേനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ടിരുന്നു സ്റ്റാറ്റസിൽ, ഞാൻ കണ്ടിരുന്നു IPL-ന്റെ ഇന്നലെ. ഓക്കെ, അതിന് ഒരു വെയിറ്റിംഗ് ആയിരുന്നു. അത് വേണ്ട, അത് വിട്ട ലിവർപൂൾ ചെയ്യാം. ബട്ട് അതല്ലാണ്ട് ഇപ്പോൾ ആ ടീമൊന്നല്ലാണ്ട് രീതിയിൽ എനിക്ക് ഫുട്ബോൾ കുറച്ചധികം മറ്റേ കാലിനും പരിപാടിയും പിടിക്കുന്നത് സാധനങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ഇപ്പൊ ഗെയിം കളിക്കുന്നതിൽ ഞാൻ അത് തന്നെ കൂടുതൽ കളിക്കാൻ താല്പര്യം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി എന്താ, പാട്ട് കേൾക്കുക. ഞാൻ പാട്ട് കേൾക്കുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്താ പറയാ, ഞാൻ പാട്ട് കേൾക്കൽ ഇച്ചിരി, എൻ്റെ പാട്ട് കേൾക്കൽ ഇച്ചിരി വിയേർഡാ. അപ്പോൾ ഞാൻ കുറച്ചും എൻ്റെ ഒറ്റയ്ക്കാകുന്ന സമയത്ത് വളരെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സമയത്തൊക്കെ, അല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ എനിക്ക് വളരെ കംഫർട്ടബിൾ ആകുന്ന അവസ്ഥയിലാണെങ്കിൽ ഞാൻ കേൾക്കുന്ന പാട്ടുകളുടെയൊക്കെ കുറച്ച് മറ്റേത് മാറും. ഞാൻ നല്ല സ്റ്റൈല് മാറും, ഇത് മാറും. പിന്നെ ഞാനും ആ പാട്ടും മാത്രമേ ഉണ്ടാവും. എനിക്കിപ്പോൾ ആയിരിക്കും ഇപ്പൊ നമ്മൾ ആ പാട്ടുകൾ എന്താ പാടിയ ആളാ പാടുന്ന ആളൊരു ഫീൽ കൊടുക്കൂലേ, ആ ഫീലിൽ എനിക്ക് ഞാനത് പിടിക്കണം. അത് പിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മറ്റേ ആ ഫീല് കിട്ടാൻ വേണ്ടി തിരിച്ചൊന്നും കൂടി കേൾക്കും. ആ കൈൻഡ് ഓഫ് പിന്നെ ഇനിയിപ്പോ ഒരു ബാൻഡിന്റെ കാര്യം പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് ബാൻഡാണോ എന്താ അതിന്റെ ഡീറ്റെയില്? അത് നമ്മളിപ്പോ കുറെ കാലമായി നമ്മൾ എന്താ പറയാ പരിപാടിയൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മൾ ഒത്തുചേർന്നിട്ട് കുറെ കാലമായി. ക്രിംസൺ എൻറ്റിറ്റി എന്നായിരുന്നു പേര്, ഞങ്ങൾ ബാൻഡിന്റെ പേര് ക്രിംസൺ എൻറ്റിറ്റി. അപ്പോൾ നമുക്കൊരു 8-9 സോങ്ങുകൾ നമ്മുടെ ഓൺ സോങ്സ് എഴുതി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സും ആ ഒരു വൈബുള്ള ആൾക്കാരായിരിക്കും അല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അർജുൻ സിക്കി എന്ന് പറഞ്ഞിട്ട്. ആ സ്കൂളിൽ മുതൽ പരിചയമുള്ള. സോ അവൻ വഴി അവനാണ് ആദ്യം എന്നെ കൊണ്ട് മറ്റേ ലിറിക്സ് എഴുതിപ്പിക്കുന്നത്. മീൻസ് അവൻ എഴുതുന്ന കണ്ടിട്ടാണ് അവൻ പറയും ഓക്കെ ഇങ്ങനെയാണല്ലോ ലിറിക്സ് എഴുതുന്നത് ഇതുള്ള സാധനം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പം ലൈക്ക് ആ സമയത്ത് അവൻ എഴുതുന്നത് കണ്ടു, പക്ഷെ ഞാൻ എഴുതിയിട്ടൊന്നുമില്ല, എനിക്ക് എഴുതാൻ അറിയില്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇതൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ മുതൽ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കുറച്ച് പരിപാടി. എന്നത് നമുക്ക് കാണാൻ പറ്റും വരും അടുത്ത 2 മാസം വരുന്ന മാസങ്ങളിലുള്ളിൽ ഞാൻ എൻ്റെ ഒരു സോങ് ഇറങ്ങുന്നുണ്ടാവും. അത് അഡോപ്റ്റ് ഡാഡി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ബ്രദറുണ്ട്, ആള് ധാരാവിയിലുള്ള. അപ്പോൾ അപ്പോൾ ആൾക്ക് ഞാനിപ്പം അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിന്റെ വർക്കിലായിരുന്നു. അപ്പോൾ അതായിരിക്കും ഇറങ്ങാൻ വേണ്ടി. പിന്നെ ഇനിയിപ്പം ഇപ്പൊ പേര് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു ഫിലിം അല്ലാതെ പുതിയതായിട്ട് വേറെ ഏതെങ്കിലും പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഡേറ്റിന്റെ ഇഷ്യൂ പരിപാടികൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു രണ്ട് പടങ്ങളുടെ പരിപാടി ഇങ്ങനെ കേട്ടിട്ടില്ല. അതിൽ ഒരു പടം നല്ല, അതിലെനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ആഗ്രഹമുള്ളത് അതിലേക്ക് അഭിനയിക്കാൻ പറ്റിയെങ്കിൽ കൊള്ളാമെന്നുള്ള ഒരു നല്ലൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പം എല്ലാവർക്കും ആഗ്രഹം കാണും നമ്മുടെ നല്ല പേരെടുത്ത സൂപ്പർ സ്റ്റാറിന്റെ ഒക്കെ കൂടെ അഭിനയിക്കണം. അങ്ങനെ ആരുടെയെങ്കിലും കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഉണ്ടോ? ടോം ഹാർഡി. നമ്മളെ മലയാളത്തിലാരില്ല? ലൈക്ക് ഇപ്പൊ മലയാളം എനിക്ക് അറിയാവുന്ന നമുക്ക് ഇവരെ നമ്മൾ കണ്ടു വളർന്നേക്കാറുണ്ട്. ഇപ്പൊ അഭിനയം കുറച്ച് പഠിച്ചതിന്റെ ഇപ്പൊ ഇത് കുറച്ച് അഹങ്കാരമായിട്ട് വെച്ചോന്നു നമുക്ക് ഇപ്പൊ ഒരു ഉറപ്പുണ്ട്. എനിക്ക് ആ കോൺഫിഡൻസ് എന്നുള്ള സാധനമുണ്ട്. ഈവൻ ഇഫ് നമ്മൾ ഓപ്പോസിറ്റ് അവിടെയൊക്കെ ആണെങ്കിൽ ആ സീനിന്റെ അകത്ത് എനിക്ക് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ആൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് പരിപാടി സാധനമുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ കാണുമ്പോഴും എനിക്ക് ഏത് തവണ കണ്ടു കഴിഞ്ഞാലും ഞാൻ അഭിനയം കണ്ടിട്ട് പേടിക്കുക അല്ലെങ്കിൽ നമുക്ക് മറ്റേ വേറൊരു അവസ്ഥ ഫീൽ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ആകെയുള്ള ആള് ടോം ഹാർഡി മാത്രമാണ്. ലൈക്ക് എനിക്ക് ആളുടെ ഭയങ്കര ഫാനാണ്. പുള്ളിന്റെ ഒപ്പം മാത്രം ഇപ്പൊ ഈ
പലരും പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പൊ മമ്മൂക്കയുടെ അല്ലെങ്കിൽ ലാലേട്ടന്റെ അങ്ങനെ പരിചയപ്പെടുന്നവരൊക്കെ ഭയങ്കര പേടി പേടിയായിരിക്കും. അവരുടെ ഇത് ഭയങ്കര ഇത് സാധനം തോന്നുന്നു എന്നുള്ള സാധനങ്ങളല്ലേ. സോ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മറ്റേ പേടി തോന്നി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കുറച്ചും കൂടി മറ്റേ എൻ്റെ സ്വഭാവം മാറും. എനിക്ക് അങ്ങനെ ഒരു പേടി തോന്നി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഓവർകം വേണ്ടിയുള്ള സാധനം നോക്കും. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതൊരു മറ്റേ ഗെയിം പോലെ എടുക്കുന്നത്. സോ അപ്പോ നമുക്കിങ്ങനെ ഇവരായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാലോ. സോ എനിക്ക് ഇവർ രണ്ടുപേരുടെയും കൂടെ അഭിനയിക്കണം എന്നുള്ള ഭാഗ്യം. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ. അത് അപ്പൊ നമ്മള് മറ്റേ പക്ഷെ അവർ രണ്ടുപേരുടെ അടുത്ത് ഞാൻ അവരെ പറയാതിരുന്നത് എന്താ വെച്ചാൽ, ഞാൻ മലയാളത്തിൽ വരെ പറയാതിരുന്നത് വെച്ച് കഴിഞ്ഞാല് മീൻസ് എന്താ പറയാ, നമുക്ക് എനിക്ക് കുറച്ച് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് ഈ ഹോളിവുഡ് മൂവീസ് അതിലാണ് ഞാൻ കണ്ടേക്കുന്നത്. അത് ഈ അർജുൻ സിക്ക് കാരണം കൊണ്ടിട്ടാണ് ഞാൻ പോയി അത് കാണാറുള്ളത്. തിയേറ്ററിൽ പോയിട്ട് അവൻ ബുക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ അവന്റെ കൂടെ പോയിട്ടാണ് ഈ പോയിട്ടിരുന്ന് കാണുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഈ ഇടയിലൊക്കെ ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ മറ്റേ നെറ്റ്ഫ്ലിക്സ് അതൊക്കെ ഉള്ളത് കാരണം കൊണ്ടാണ് ഞാൻ ഇരുന്നിട്ട് പടങ്ങളൊക്കെ ഇരുന്നിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇവർ മലയാളത്തിലെ ആക്ടേഴ്സ് മൊത്തത്തിൽ എല്ലാവരോടും ഓക്കെ എന്നുള്ള അവസ്ഥയാണ്. എന്താ അഭിനയിക്കാൻ ഇപ്പം നിങ്ങൾ ചോദിക്കാറ് റെഡിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ റെഡിയാണോ അഭിനയിക്കാനുള്ള സാധനം. അതായത് അല്ലാണ്ട് പറ്റി നമുക്ക് അയ്യോ അത് തോന്നിയിട്ടില്ല. അതുപോലെ ഇപ്പം താരസംഘടനയിൽ ഏതിലെങ്കിലും മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഇനിയിപ്പം അങ്ങനത്തെ പരിപാടിയിലോട്ട് നീങ്ങാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പം എന്തായാലും കൊണ്ട് മുന്നോട്ട് പോവാണല്ലോ, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നത് തന്നെ എനിക്ക് ബെറ്റർ. പക്ഷെ ഒരു പരിധിവരെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് സംഘടനയുടെ ഒരു പിൻബലം ഉണ്ടെങ്കിൽ നല്ലതാന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഈ സംഘടനയുടെ യാതൊരു ബലമില്ലാതെ മീൻസ് അങ്ങനെയല്ല പറഞ്ഞേ. അങ്ങനെയല്ല, കുറച്ചും കൂടി നമ്മളിപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ഒരു സ്റ്റാർ വാല്യൂ ഒക്കെ കിട്ടും. ഇപ്പൊ ഷൈൻ ടോം ചാക്കോന്റെ പ്രശ്നം വന്ന സമയത്ത് പിന്നെ ആ സംഘടന ഇടപെട്ടു, പിന്നെ കേസ് പോലും പിന്നെ സംഘടനേൻ്റെ ഉള്ളിൽ തീർത്തോളാന്ന് പറഞ്ഞിട്ട് അതവിടെ ഇപ്പം ഏകദേശം ഒതുങ്ങിയ പോലെ തന്നെയാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല, ഇപ്പൊ എന്തൊരു കാര്യമാണെങ്കിൽ പോലും പിന്നെ സംഘടനേന്റെ ഒരു പിൻബലം ഉള്ളത് നല്ലതല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് ചെല്ലുക, മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വരിക. അപ്പൊ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ വന്നുകൂടായികയില്ലല്ലോ. അപ്പൊ ഇപ്പൊ എന്റെ ലാസ്റ്റത്തെ പടത്തിന്റെ അകത്ത് ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഈ സംഘടന അപ്പോ കുറച്ച് അത്യാവശ്യം നല്ല വലിയൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോ അതില് അതിന്റെ സാരം ഡീലായത് ഇത് ഈ പ്രശ്നം ഉണ്ടാക്കിയ അവരൊക്കെ ചേർന്നിട്ടൊന്ന് വിളിച്ച് മറ്റേ FFKയിലേക്ക് വിളിച്ച് ചോദിക്കുക, മറ്റേ അമ്മേന്റെ ഇതിലേക്കൊക്കെ ടീമുകളുടെ എടുത്തിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള സാധനം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് അവർ കൊടുത്തൊരു ഉത്തരവുണ്ട് പുള്ളിക്കാരൻ. അതിൽ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ FFKയിൽ നിന്നുള്ള റിപ്ലൈ അവർക്ക് കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവനെല്ലാം അത് ഡീൽ ചെയ്തോളൂ എന്ന് പറഞ്ഞേക്കും. കാരണം എനിക്ക് അതിൻ്റെ അകത്തുള്ള ഒരു 2-3 പേരായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. ലൈക്ക് അല്ല, കുറച്ചും കൂടി അങ്ങനെ കഴിയുമ്പോ, കാരണം സംഘടനയിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുന്ന ഒരാള്, അതായത് മാസവരി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതായത് സിനിമയിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെതായ ഒരു പിന്നെ സംഘടനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളായി വരുമ്പോ കുറച്ച് കഴിയുമ്പോ അവര് നമ്മളെ കോർണർ ചെയ്യും. അതിപ്പോ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് കിട്ടുന്ന ശമ്പളം എന്റെ എന്ന് പറയുന്നത് വളരെ ലൈക്ക് ചെറുത്. അല്ല, ഞാൻ പറയുന്നത് ഗ്രാജുവലി ഇനിയിപ്പോ പുതിയ പുതിയ സിനിമകൾ വരും, പിന്നെ നല്ല കുറച്ചും കൂടി സ്റ്റാർഡം കിട്ടും, കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്തേക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ സംഘടനയുടെ ഭാഗമാകുന്നതിനെ കുറിച്ചുള്ള തീരുമാനം നമുക്ക് സമയമാവുകയാണെങ്കിൽ അതിന്റെ ടൈം ആവുകയാണെങ്കിൽ അതിനകത്ത് കയറുന്നതിൽ കാര്യം ഉണ്ടാവും. അതിനകത്ത് ഞാൻ കയറുന്നതിന് എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതെ,
ലൈക്ക് എനിക്ക് മറ്റേ നോർമൽ ആയാലും എന്താ പറയാ നോർമലായിട്ട് അവിടെ മറ്റേ ഞാൻ ഇതിൻ്റെ അകത്ത് ഭാഗമാണ് എന്നുള്ള അവസ്ഥയിൽ എനിക്ക് അത് പറ്റില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ മാറുന്നത്. പേരിനൊരു മെമ്പർഷിപ്പും കൊണ്ട് അല്ലാണ്ട് അതിൽ നമുക്ക് മറ്റേ പേരിന് മെമ്പർഷിപ്പ് കൊണ്ടുവന്നിട്ട് നമ്മളൊരു സംഘടനയിലേക്ക് കയറിയിട്ട് യാതൊരു കാര്യമില്ല. അല്ല അങ്ങനെ ഒരുപാട് പേര് കൂടി ചേർന്നാലാണല്ലോ ആ പറയുന്ന സംഘടനയ്ക്ക് ഒരു ശക്തി ഉണ്ടാവുള്ളൂ. ഞാൻ പൊളിറ്റിക്സ് വെച്ചിട്ട് ഞാൻ പാർട്ടിയിൽ പോലും കയറില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് ഞാൻ പോയിട്ട് ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്ത് ഏറ്റവും വലിയ അതൊരു കാര്യമാണ്. അത് ചിലപ്പം ഈ പ്രായത്തിന്റെ ആണെങ്കിലോ കുറച്ചും കൂടി ഒരു ചെറുപ്പത്തിന്റെ ഒരു ഇതെന്ന് പറയില്ലേ, കുറച്ച് കഴിയുമ്പോ കുറച്ചുകൂടി മെച്ചുവേർഡ് ആവുമ്പോ മാറ്റം വന്നാലോ? ഈ മെച്ചൂരിറ്റി വരുന്നത് ലൈക്ക് ഞാൻ ചോദിച്ചത് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കൈൻഡ് ഓഫ് എമൗണ്ട് എന്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ എനിക്ക് ഈ സംഘടനയിൽ ചേരാം. അതിലെനിക്ക് പ്രശ്നമില്ല. അവര് പറയുന്ന രീതിയിൽ നമുക്ക് പോകാം, ഒന്നും പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ആ ലെവലിലുള്ള പൈസ ഇല്ല. അപ്പൊ അത് കിട്ടണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ സമയം ആകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ള സാരം പറഞ്ഞു. പിന്നെ സിനിമയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ ഒരു ഇപ്പൊ ഈ സിനിമ കഴിഞ്ഞു നെക്സ്റ്റ് സിനിമയിലോട്ട് അപ്പൊ ഈ ഒരു ക്യാരക്ടറിനെ പ്രവീണിനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അങ്ങനെ സജസ്റ്റ് ചെയ്ത് വിട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണോ ചാൻസ് കിട്ടുന്നത്? ഇപ്പൊ ആ സിനിമ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലും? ഞാൻ ലാസ്റ്റ് ചെയ്ത മൂവിയിലേക്ക് ബേസിക് എന്നെ അതിലേക്ക് ഞാൻ എത്തുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടിയിട്ട് മറ്റേ മേജർ രവിയുടെ ഒരു പടം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഇത് കാണാൻ വേണ്ടി പോകുന്ന സ്ഥലത്താണ് ഞാൻ ഈ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ ഈ പടം തുടങ്ങിയപ്പോഴേക്കും ആ പ്രൊഡ്യൂസർമാരോട് പറഞ്ഞ് എല്ലാം അവിടെ വേണം, ഈ പടത്തിൽ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരാണ് വിളിക്കുന്നത്. സോ ആ രീതിയിൽ ഒരു കണക്ട് ചെയ്ത് പോരുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ചെയ്യാം. പിന്നെ ഇനി നല്ല നല്ല പടങ്ങൾ കിട്ടട്ടെ, നല്ല സ്റ്റാറായി ആളുകൾ ഒരുപാട് അറിയപ്പെടുന്ന ഒരു നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ശരി, താങ്ക് യു.